അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നർ ആയോ അല്ലെങ്കിൽ നല്ലൊരു സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു എഗ് സാൻഡ്വിച്ച്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. 2 സാൻഡ്വിച്ചാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ 2 സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ 2 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടൊക്കെ നന്നായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുക്കുകയില്ലെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്താലും മതി. പിന്നെ കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവോളയുടെ പകുതി, പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു സാൻഡ്വിച്ചിലേക്ക് നമ്മൾ ഒരു മുട്ട ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സാൻഡ്വിച്ച് തന്നെ ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കാൻ മാത്രം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് എരിവ് എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ചിലേക്ക് വേണ്ട ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. കൂടുതലൊന്നും ചേർക്കണ്ട കേട്ടോ. ബ്രെഡ് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കാം. ബ്രെഡിൻ്റെ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്ന ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനൊന്ന് മാറ്റി വെക്കാം. ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കാൻ 2 ബ്രെഡ് വേണം. അപ്പോൾ ഇതേപോലെ 2 ബ്രെഡും കൂടെ നമുക്ക് ടോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഈ പാനിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ആക്കി കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചുള്ള എഗ് ബാറ്റർ ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. നമുക്കിത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ 4 സ്ക്വയർ പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ബ്രെഡിൻ്റെ ഒക്കെ ആ ഒരു വലിപ്പത്തിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനി നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാതെ മറിച്ചിട്ടാൽ ചിലപ്പോൾ ശരിയായി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിത് പാനിൽ മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൽ വെക്കാനുള്ള മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചുള്ള ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലാദ്യം കുറച്ച് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മയോണൈസ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള 1 പീസ് മുട്ട വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ 1 പീസ് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ 1 പീസ് മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം. മുട്ട നന്നായിട്ട് ചൂടാറുന്നതിന് മുന്നേ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നാലേ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുള്ളൂ. ഇനി ടോസ്റ്റ് ചെയ്ത് വെച്ചുള്ള ഒരു ബ്രെഡ് എടുത്തിട്ട് നേരത്തെ പോലെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മയോണൈസും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മയോണൈസും ബ്രെഡിന് മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ചിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടോ ഒക്കെ തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടോ. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ എഗ് സാൻഡ്വിച്ച് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.